നീ അഴക് ഭാഗം 2. നില ഡിഗ്രി സെക്കൻഡ് ഇയറിലേക്ക് കയറിയ വർഷം. നീലിമ ബി.എഡ് കഴിഞ്ഞു അടുത്തുള്ള പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായി കയറിയിട്ട് അധികമായിട്ടില്ല. അന്ന് പതിവ് പോലെ നകുലൻ ഹോട്ടലിലേക്ക് പോയിരുന്നു. അജിത അമ്മയെ കാണാൻ വീട്ടിലേക്കും. വൈകിട്ടോടെ അജിതയെ കൂട്ടാൻ നകുലൻ ചെന്നു. പക്ഷേ എല്ലാവരോടും സന്തോഷത്തോടെ യാത്ര പറഞ്ഞു അവർ ഇറങ്ങിയത് വലിയൊരു ദുരന്തത്തിലേക്കായിരുന്നു. വീട്ടിലേക്ക് എത്താൻ 10-15 മിനിറ്റുകൾ ബാക്കി നിൽക്കെ നകുലൻ്റെ കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നു. നകുലൻ ഹോസ്പിറ്റലിൽ എത്തും മുന്നേ മരണപ്പെട്ടു. അജിത ICUവിൽ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നപ്പോൾ ഒരാഴ്ച കിടന്നു. അവസാനം തൻ്റെ മക്കളെ അമ്മയെ ഏൽപ്പിച്ചാണ് അവർ യാത്രയായത്. ആ ഒരു ഷോക്കിൽ നിന്ന് ആ കുടുംബം കരകയറാൻ ഇത്തിരി നാളെടുത്തു. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഞെട്ടിവിറയ്ക്കുന്ന നിളയ്ക്ക് അന്നു മുതൽ നീലിമ അമ്മയായി. ജിതിനും നീലിമയും കൂടിയാണ് അവളെ പഴയ നിലയാക്കിയെടുത്തത്. നീലിമ ആദ്യമേ കുറച്ച് പക്വതയോടെ പെരുമാറുന്ന ആളാണ്. നിളയ്ക്ക് ഇനി താനേ ഉള്ളൂ എന്ന തിരിച്ചറിവ് മാത്രം മതിയായിരുന്നു സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി അവൾക്ക് മുന്നോട്ട് നീങ്ങാൻ. ജിതിനും അവൾക്ക് താങ്ങായി. അമ്മയും അച്ഛനും ഒപ്പം ജീവിച്ച വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ രണ്ടാളും തയ്യാറാവാതിരുന്നതുകൊണ്ട് പവിത്ര അവർക്കൊപ്പം താമസമാക്കി. മകൾ പോയ ദുഃഖത്തിന് മീതെ മകൾ ഏൽപ്പിച്ചു പോയ മക്കളെ പൊന്നുപോലെ നോക്കുക എന്ന ദൗത്യം അവരെ തളരാതെ പിടിച്ചുവച്ചു. ആ പിള്ളേരിങ്ങ് കയറട്ടെ നിളേ, അമ്മമ്മ വന്ന് വിളിച്ചിട്ടാണ് നിള നീലിമയിൽ നിന്ന് മാറിയത്. നീലിമ കയ്യിലെ കർച്ചീഫ് കൊണ്ട് അവളുടെ മുഖം ആകെ തുടച്ചു കൊടുത്തു. കരയല്ലേ മോളെ, വാ. നീലിമ അവളെയും കൂട്ടി അകത്തേക്ക് കയറുമ്പോൾ ജിതിനെ തിരിഞ്ഞു നോക്കി. പരിഭവം മുറ്റിയ അവൻ്റെ മുഖം കണ്ട് അവൾ ചിരിയൊതുക്കി. പരിഭവത്തിന് മേലെ നിള മിണ്ടാതെയും നോക്കാതെയും ഇരുന്നതിൻ്റെ സങ്കടമാണ് അവനിൽ മുന്നിട്ട് നിൽക്കുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. എന്നാൽ കൂടി തന്നോട് ഒട്ടി നിൽക്കുന്നവളെ നീലിമ സ്നേഹത്തോടെ അടക്കി പിടിച്ചു. പിന്നെ പോയി വരാനുള്ള ദൂരത്തിലല്ല അവരുള്ളത്. നകുലൻ്റെ തറവാടും ബന്ധുക്കളും ഒക്കെ ചാലക്കുടിയിലാണ്. നകുലൻ ഹോട്ടൽ ഇവിടെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വീട് വെച്ചു മാറിയതാണ്. എല്ലാവരും ചേർന്ന് വിരുന്ന് വന്നവർക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ എടുത്തു. അമ്മേ, ജിതിനും നീലിമയ്ക്കും ഒപ്പം അമ്മയും നിളയും അങ്ങോട്ട് പോരെ. രണ്ടാളെയും തനിച്ചിവിടെ നിൽക്കാൻ പറ്റില്ല. ഇവരൊക്കെ ഇന്നോ നാളെയോ ആയി മടങ്ങില്ലേ? വരട്ടേടാ, 2 ദിവസത്തെ സമയമില്ലേ, നമുക്ക് നോക്കാം. ആ സംസാരം അവിടെ നിന്നു. വന്നവർക്കൊക്കെ പോകാൻ ധൃതി ഉള്ളതുകൊണ്ട് അധികം വൈകാൻ നിൽക്കാതെ എല്ലാവരും കഴിക്കാനിരുന്നു. കഴിക്കാൻ നേരത്ത് മാത്രമാണ് നീലിമ നിളയിൽ നിന്ന് മാറിയത്. അതും അവളെ വിളിച്ചു കഴിക്കാൻ അടുത്തേക്കിരുത്തി. അതൂടെ ആയപ്പോൾ ജിതിൻ നീലിമയെ കൂടി പരിഭവത്തോടെ നോക്കി. നീലിമ അവനെ നോക്കി നല്ലോണം ചിരിച്ചു. കാരണം അവർ രണ്ടുപേർക്കുമിടയിൽ ഒരു കുശുമ്പോ തല്ലോ വരുന്നത് നിലയുടെ പേരിൽ മാത്രമാണ്. അതും അവളോടുള്ള ഇഷ്ടക്കൂടുതലിൻ്റെ പേരിൽ വരുന്നതാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അധികം വൈകാതെ അച്യുതനും ഷീജയും കൂടെ വന്നവരും പോകാനിറങ്ങി. പോകും മുന്നേ അമ്മയോട് വീട്ടിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ അവർ മറന്നില്ല. അവർ പോയതിന് പിന്നാലെ കല്യാണത്തിന് വന്ന ബാക്കി ബന്ധുക്കളും പോകാനിറങ്ങി. നകുലൻ്റെ അനിയനും ഭാര്യയും മാത്രം അവർക്കൊപ്പം അന്നുകൂടി നിന്നു. മോളെ, സാരി മാറി വാ, ജിതിനോടും പറ. അമ്മുമ്മ പറഞ്ഞത് കേട്ടു നീലിമ മുകളിലേക്ക് പോയി. നിളയെ കൂടെ വിളിച്ചെങ്കിലും അവൾ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു അടുക്കളയിലേക്ക് വലിയുകയാണ് ചെയ്തത്. ജിതിനോട് സംസാരിക്കാനോ അവനെ ഫേസ് ചെയ്യാനോ നിളയ്ക്ക് ആകുന്നില്ലായിരുന്നു. മോള് പോയി കുറച്ചു നേരം കിടന്നോ, ഇവിടെ ഇനി പണിയൊന്നും ഇല്ലല്ലോ. അടുക്കള ഒതുക്കിക്കഴിഞ്ഞിട്ടും അവിടെ തന്നെ നിന്ന നിളയെ ചെറിയമ്മ സീമ റൂമിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. പന്തൽ മുഴുവനായും പൊളിച്ചു കഴിഞ്ഞിരുന്നു. അകത്തെല്ലാം പഴയ പോലെ വെട്ടം നിറഞ്ഞു. നിള ഉമ്മറവാതിക്കൽ നിൽക്കുന്ന അമ്മമ്മയുടെ അടുത്തേക്ക് ചെന്നു. നീലിമയെ ജിതിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചപ്പോൾ പകുതി സമാധാനമായി.
ഇനി മോൾക്ക് കൂടി ഒരു ജോലിയായി ഒരു ജീവിതമാക്കിയിട്ട് വേണം അമ്മമ്മയ്ക്ക് സമാധാനത്തോടെ ഒന്ന് കണ്ണടയ്ക്കാൻ. എൻ്റെ കുഞ്ഞ്, നിങ്ങളെ എന്നെ ഏൽപ്പിച്ച് പോയ നിമിഷം മുതൽ പ്രാർത്ഥനയാണ് നിങ്ങളെ ഒരു നിലയിൽ എത്തിക്കും വരെ ആയുസ് നീട്ടി വയ്ക്കണേ എന്ന്. ജിതിനും നീലിമയും ഉള്ളിടത്തോളം മോളുടെ കാര്യത്തിൽ ആദി വേണ്ട. എന്നാലും അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എനിക്ക് പറയണ്ടേ, നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ സുരക്ഷിതമായി ഓരോ കൈകളിൽ ഏൽപ്പിച്ചെന്ന്. ദേ പവിത്രക്കൊച്ചേ, വല്ലാണ്ട് സെൻറ്റി ആവാൻ നിൽക്കല്ലേ. അമ്മമ്മ ഞങ്ങളെ നന്നായി നോക്കുന്നു അറിയാവുന്നത് കൊണ്ടല്ലേ അമ്മ ഞങ്ങളെ ഏൽപ്പിച്ചേ. അതിങ്ങനെ ഒരു കടമ തീർത്ത് ഓടാനാണോ? കണ്ണടയ്ക്കാൻ എന്താ കൊതി? അമ്മമ്മയെ കോക്കിരി കാട്ടി റൂമിലേക്ക് ഓടിപ്പോകുമ്പോൾ അച്ഛനും അമ്മയുടെയും ഓർമ്മയിൽ അവൾ വിങ്ങിത്തുടങ്ങിയിരുന്നു. മുറിയിലേക്ക് ഓടിക്കയറി ചെല്ലുമ്പോൾ അവൾ കാണുന്നത് അവളെ പ്രതീക്ഷിച്ചു ബെഡിലിരിക്കുന്ന ജിതിനെയാണ്. ഓരോ തവണ പിണങ്ങുമ്പോഴും വലിയ മിൽക്കി ബാറുമായി ഈ കാത്തിരിപ്പ് പതിവുള്ളതാണ്. പക്ഷേ ഇന്നവനെ നേരെ നോക്കാനാവാതെ നിലയുടെ തല കുനിഞ്ഞുപോയി. മുന്നോട്ട് നടക്കാനാവാതെ അവൾ വാതിൽക്കൽ തന്നെ നിന്നു. ദേ നിളെ, ഞാനല്ലേ പിണങ്ങി നിൽക്കേണ്ടത്? വന്നിട്ട് എന്നെ ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല നീ. മാത്രമല്ല നീലിയെ ഒട്ടി നിൽക്കുകയും ചെയ്തു. അവളെന്നെ നോക്കി പുച്ഛിച്ചതും കളിയാക്കിയതും വല്ലത് നീ കണ്ടോ? നീലിമയോട് പിണങ്ങുമ്പോഴോ കുശുമ്പ് വരുമ്പോഴോ മാത്രമാണ് നീലിമയെ നീലി എന്ന് ജിതിൻ വിളിക്കാറുള്ളത്. സാധാരണ ആ വിളി കേൾക്കുമ്പോൾ നില ചിരിക്കേണ്ടതാണ്. ഇന്ന് പക്ഷേ നില മൗനത്തിലാണ്. നിന്റെ മട്ടും ഭാവവും കണ്ട ഞാൻ എന്തോ ചെയ്തതുപോലെയാണ്. നിളെ, ദേ മിൽക്കി ബാറുണ്ട്. ഇതിൻ്റെ പാതി ആ നീലിക്ക് കൊടുക്കാൻ നിൽക്കണ്ടാട്ടോ. ജിതിൻ എണീറ്റു ചെന്ന് അവൾക്ക് മുന്നിൽ നിന്നു. അവളുടെ കഴുത്ത് ഒന്നുകൂടി ഒടിഞ്ഞു തൂങ്ങി. ജിതിനാകെ അസ്വസ്ഥത തോന്നി. ആദ്യമായാണ് നിള ഇങ്ങനെ മിണ്ടാതെയും നോക്കാതെയും നിൽക്കുന്നത്. വഴക്കും പിണക്കവും ഇവർക്കിടയിൽ പുത്തരിയല്ല. പക്ഷേ അതിന് നിമിഷങ്ങളുടെ ആയുസ്സേ ഉണ്ടാവാറുള്ളൂ. വഴക്ക് ആണേലും മിണ്ടാതെ ഇരിക്കില്ല നിള. അവനെ ഒച്ച വച്ചും ദേഷ്യം പിടിപ്പിച്ചും നിൽക്കും. വളരെ പെട്ടെന്നാണ് നിളയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത്. ജിതിനാകെ പകച്ചു.